പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഞാൻ ഇന്ന് റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്. ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. ഇനി ജാസി വന്ന് അടുത്ത വീഡിയോ ഇടുന്നത് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. ഇനി എന്തോന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്യുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ. അതല്ല ഉദ്ദേശം. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. ഓരോ ജന്മങ്ങളെ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.